ഇപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റത്തെ, അതായത് ഈ 2026 ഫസ്റ്റത്തെ തിറ മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷൈജേട്ടൻ്റെ ഗാനസുധ ഉണ്ടായിരുന്നുള്ള അതേ അമ്പലത്തിലാണ് കേട്ടോ. ഇന്ന് ഫുള്ള് തിറയാണുള്ളത്. അപ്പം നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല റഷാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ തിരുവാതിരക്കളിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് റഷായിരുന്നു. അപ്പോൾ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലൂടെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് അടുത്തേക്ക് പോകാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു, അത്രയ്ക്ക് റഷായിരുന്നു. പിന്നെ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു, സ്ഥലമൊക്കെ കിട്ടണമെങ്കിൽ. നേരത്തെ വരാൻ പറ്റിയതുമില്ല, വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഭക്ഷണം അടിപൊളി മിനി സദ്യയാണ് കേട്ടോ. പച്ചടി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, മസാല ഉണ്ടായിരുന്നു, പട്ടാണിയും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള, പിന്നെ അച്ചാറുണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാർ, പിന്നെ പായസം ഉണ്ടായിരുന്നു, സാമ്പാർ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൂടെ കഴിക്കാൻ വേണ്ടി രവിയേട്ടനുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ നാടകത്തിലുണ്ടായിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ രവിയേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അഹിമോൻ്റെ എക്സ്പ്രഷൻ അത്ര പോരായിരുന്നു സദ്യ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ നമ്മളെ തെറ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവതി തെറയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് തിറ കാണാന്നുള്ളത് കേട്ടോ. നമ്മൾ ചെറുതാവുമ്പോൾ പറയാറുള്ളത് തറ കാണാൻ പോകാതെ തിറ എന്നുള്ളത് പറയില്ലേ, തറ എന്നായിരുന്നു കേട്ടോ പറയുക ചെറുതാവുമ്പോൾ. പിന്നെ ചെറുതാവുമ്പോൾ ഏറ്റവും ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു തിറ. കാണാൻ ഇഷ്ടമാണെങ്കിലും പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. അമ്മേനെ അങ്ങനെ പിടിച്ച് വെച്ചിട്ടായിരുന്നു കാണാൻ പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് തിറ വന്ന് നിന്നിട്ട് കൂക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഭയങ്കര പേടിയായി പോയി തിറനെ. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു തിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഗത്തറയല്ലേ, നാഗത്തറ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനെ പോലെ കളിക്കുന്നതും, അതുപോലെ തന്നെ ഈ മുട്ടയൊക്കെ നിരത്തി വെച്ചിട്ട് ആ നാഗപടം കൊണ്ട് അത് പൊട്ടിച്ചിട്ട് അങ്ങനെ കുടിക്കുക, അങ്ങനത്തെ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും നേരം വൈകിട്ട് കുറേ ടൈം എടുത്തിട്ട് തുടങ്ങുന്ന ഒരു തിറയാണത്. ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അഹിമോൻ അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തിറ കാണുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആളിരുന്ന് കാണുകയില്ല, അങ്ങനെ കുറച്ച് നേരം കാണും, പിന്നെ ഇങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും ശ്രദ്ധ. അതിലേക്ക് തന്നെ കണ്ടിന്യൂസ്ലി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ആ തിറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ തിറ തുടങ്ങുന്നത് ഇനി കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മളെന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ വരുന്ന വഴിക്ക് വീണ്ടും ശർക്കര മിഠായിയും പിന്നെ ജിലേബി ഉണ്ടായിരുന്നു, മഞ്ഞ ജിലേബി. അത് വാങ്ങിച്ചു അഹിമോനായിരുന്നു കൈ പിടിച്ച്. അങ്ങനെ നടക്കുമ്പോൾ എന്നോട് പറയാണ്, അമ്മ ഞാൻ മീൻ വാങ്ങി നടക്കുന്നവരുണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഏട്ടാ അമ്പലത്തിൽ നിന്നാണ് വരുന്നത്, എന്താ ഈ പറയുന്നത്, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല അതുപോലെയല്ല, ഇങ്ങനെയല്ല മീൻ വാങ്ങിയിട്ടല്ല നടക്കുക. അവൻ അതും പിടിച്ച് നടക്കുമ്പോൾ അവന് ഓർമ്മ വന്നത് പെട്ടെന്ന് അതാണത്രേ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോട്ടെ. ഓക്കെ, ബൈ.